शारदा गुरुकुलस्य अधीनतयाम् अत्र एका गोशाला अपि अस्ति. तत्र अहम् इदानीं गच्छन् अस्मि. ഇത് ഇവിടെ നമ്മളെ ഗുരുകുലത്തിൽ വേദാന്തം ക്ലാസ് എടുക്കാൻ വരും ഒരു കുട്ടിസ്വാമി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെയ്തു. ഒരു സ്വാമിജി വരും കുട്ടിസ്വാമി എല്ലാ വർഷവും ഡിസംബർ ജനുവരി മാസത്തിൽ. ഡിസംബർ ജനുവരി അദ്ദേഹം ഇപ്രാവശ്യം വന്നിട്ട് ഇവിടെ താമസിച്ചിരുന്നു. അത് പിന്നെ വുഡിലുണ്ടാക്കിയത് ഇവര് ഉണ്ടാക്കിയതാണ്. ഇത് ഇപ്രാവശ്യം ശിവരാത്രിക്ക് ഭസ്മം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇവരുടെ ഈ ചാണകം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അത് ഇപ്രാവശ്യം ശിവരാത്രിക്ക് ഹോമണ്ണൊക്കെ തയ്യാറാക്കിയിട്ട് സെറ്റ് ചെയ്തതാണ്. ഭസ്മാണത്? ഇത് ഭസ്മത്തിന്റെ ഇന്നെടുത്ത അതാ കലക്കി വെച്ചേക്കണു. ഇതിലാ ചെയ്യാത് വരളിയൊക്കെ ഉണ്ടാക്കിയിട്ട് വരളി ഉണ്ടാക്കിയിട്ട് ഇവിടെ ചെയ്തു. ഇപ്പൊ ഇന്ന് 8 ദിവസമായി ഉണ്ടായിരുന്നു. 8 ദിവസമായിട്ട് തന്നെ ഇതിൽ കലക്കി വെച്ച ഇതിൽ കലക്കി വെച്ചേക്കുക ഈ വെള്ളത്തിൽ. ഇതിൽ കലക്കിയിട്ട് ഇത് വെച്ച് കഴിഞ്ഞ് ഇത് 7 പ്രാവശ്യം കഴുകും. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ എടുത്ത് ഇതുപോലെ വെയിലത്ത് ഉണക്കി അരിച്ചെടുത്തിട്ട് പിന്നെ സ്ഫുടം ചെയ്യും. അതാണ് ഭസ്മാവ്. അങ്ങനെയാ ഭസ്മാവ്. ഞാൻ പോകുമ്പോൾ തരാം അവിടെ. अस्तु अस्तु धन्यवादः. इदानीमहं जयन् महोदयेन सह अस्ति. सः एव गोशालायाः ഇവിടെ ഒരു 30-25 കാളകളുണ്ട്. ഇവിടെ ജനിച്ചിട്ടുള്ള എൻ്റെ അടുത്ത് അവിടെ ജനിച്ചിട്ടുള്ള കാളകളൊന്നും ഒഴിവാക്കിയിട്ടില്ല, കൊടുത്തിട്ടില്ല. ഒക്കെ ഇവിടെ തന്നെ സമരം ചെയ്യുക. സുരേഷ് ഗോപിയാ ബച്ചാ ബച്ചാ എല്ലാവരും വരെ എല്ലാവരും വരെ ഇടുവാ രവി വാ എന്ത് ചൂടാൻ ഇടുവാ എല്ലാവരും വരെ. आहत्य എത്ര गावः सन्ति? ഇവര് കാളകളാ. മെയിൽ ഒരു ഇതിപ്പോ ഒരു 13 ഉണ്ട്. ബാക്കി അവിടെ ഉണ്ട് ഒരു 10-25 മെയിലുണ്ട്. ബാക്കിയൊക്കെ പിന്നെ ഫീമെയിലാണ്. എത്ര ഫീമെയിൽ എത്ര ഉണ്ട്? ഫീമെയിൽ ഒരു 70 100 ഉണ്ട്. 100ന്റെ അടുത്തുണ്ടാവും. ഞങ്ങൾ വളം ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അരിക്കണം. അത് ചാണകം അരിച്ചിട്ട് ഇതൊക്കെ അതാണ് ഇത് കിടക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള. इत्यस्य नाम मणिकण्ठन्. മണികണ്ഠൻ. ഇത് ആര്യൻ വെച്ചൂരാണ്. അത് നാരായണൻ. എല്ലാ പശുക്കൾക്കും ആണിനും പെണ്ണിനും ഒക്കെ പേരുണ്ട് ഇവിടെ. എല്ലാവർക്കും പേര്. അവരുടെ പേരല്ല, അവർ ആ പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് കുട്ടികൾ പെൺകുട്ടികൾ അതൊക്കെ. ഇത് വസുതേ ഇതുള്ളൂ. അത് അഷ്ടമി, വിലാസിനി, അജിത, ദേവത, റാണി, അമൃത, അല്ലിയെ ഇങ്ങോട്ട് വന്നേ. അല്ലിയതാ പിന്നിൽ നിൽക്കണു. രമാബായി. ഇവർക്കൊക്കെ പിന്നെ ഇവരുടെ അമ്മമാരൊക്കെ ഇവിടെ തന്നെ. ഇവരൊക്കെ പുന്നൂർകുളത്ത് നിന്ന് വന്ന അവരുടെ മക്കളാണ്. പുന്നൂർകുളത്ത് വന്ന ഇവിടെ ജനിച്ചവർ ഇവിടെ ഇതിലുണ്ട്. ഒരു 4 ആൾ ഇവിടെ ജനിച്ചത്. അപ്പൊ എത്ര വർഷം ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞേ? 2ാമത്തെ വർഷം ആയിട്ടുള്ളൂ. ഇവർക്കൊക്കെ പേരുണ്ട്. എല്ലാവർക്കും പേരുണ്ട്. ഇത് കുറച്ച് പ്രായമായിട്ടുള്ളവരാണ് ഇവര്. ഇത് നന്ദിനി. ഇത് ഉണ്ണി. ഇത് വലിയവാതിരിയാണ്. കൊമ്പ് വലിയ ഇതുണ്ട്. ഇത് ഉണ്ണി. ഇത് പ്രസവിച്ചിട്ടില്ല അവള്. തീരെ പ്രസവിച്ചിട്ടില്ല അവള്. ഇത് ഉത്തര, അനുരാധ, മൈഥിലി, മായ, രുക്മിണി. ഇത് ആവണി. അത് കിടക്കുന്നത് സീതയുടെ അപ്പുറത്ത് നിൽക്കും. പാഞ്ചാലി. പാഞ്ചാലി. ഇത് ശ്രീദേവി. ഇത് സുരേഖ. അത് എടുക്കുന്ന അമ്മിണി. ഇത് കല്യാണി. ഇത് കാർത്തിയായിനി. ഇത് വൈശാലി. ഇത് ഇവർ ഈ 4 ആളുടെ അമ്മയത് സരോജിനി. സർവേഷാം മാതാ. ഇത് ലക്ഷ്മിയും വളരെ വയസ്സായിട്ടുള്ള ആളാണ്. ഇത് ഈ കിടക്കുന്നത് ഇവിടെ റിക്കാർഡിക്കലായിട്ട് 23 വയസ്സ് ഈ കുംഭമാസത്തിലെ വിശാഖത്തിൽ കഴിഞ്ഞു. മാർച്ചില്. പേരെന്താ? പാർവതി. 10 പ്രസവം പ്രസവിച്ചിട്ടുണ്ട്. 10 പ്രസവം പ്രസവിച്ചു. ഇത് കമലാക്ഷി. അതാ ഇത് കിടക്കുന്നത് സുരഭി, ഗാഥ,
ആ സുമിത്ര, ഇത് ശ്രീയുടെ മോനാ, അത് സോമനാഥ്. സോമനാഥ്. ഇവ മംഗളയാൻ വിജയിച്ച അന്നാണ് അവൻ ഉണ്ടായത്. അവന് പേര് സോമനാഥ്. സോമനാഥ് നമ്മുടെ ISRO ചെയർമാനാ. അവന്റെ പേര് സോമനാഥ്. ഈ ഭാഗത്ത് കിടക്കുന്നത് നവമി, അപ്പുറത്ത് കിടക്കുന്നത് അതിന്റെ അപ്പുറത്ത് കിടക്കുന്നത് സൂത്രൻ. ആ സെന്ററിലുള്ളത് നമ്മളെ സ്വാമിയെ പേര് വെച്ചത് ശിവശങ്കരി എന്ന് പേര് വെച്ചു. സ്വാമി വന്നാൽ പ്രസവിച്ചത്, അപ്പൊ അതിന് ആ പേര് വെച്ചത്. തീരെ വെള്ളത്തിന്റെ ഒരു ലാഞ്ചന ഉണ്ടായിരുന്നില്ല. ബോർവെല്ലൊക്കെ അടിച്ച് പരാജയപ്പെട്ടുള്ള സ്ഥലം അത്. ഇവര് വന്ന് ഒരു 6 മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ബോർവെൽ അടിക്കും, ഇഷ്ടം പോലെ വെള്ളമുണ്ട്. 24 hours അടിച്ചാലും തീരാത്ത വെള്ളമുണ്ട്, നല്ല വെള്ളവും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ നമ്മളെ ക്ഷേത്രത്തിന്റെ ഈ സ്ഥലം ഉണ്ടല്ലോ, 8 ഏക്കറോളം. ആ 8 ഏക്കറിലും വെള്ളം ഇവിടുന്നാണ് പമ്പ് ചെയ്യുന്നത്. അത്രയും വെള്ളം ഉണ്ടെന്ന് അർത്ഥം. അത് ഇവർ വന്നാൽ അങ്ങനെയാണെന്നാണ് ഈ ബോസ് ഇൻഡിക്കസ് ഭാരതീയ പശുക്കൾക്ക് അതിനുള്ള കഴിവുണ്ട്. അതെന്താ വിചാരിച്ചാൽ അതൊരു ശാസ്ത്രമാണ് കേട്ടോ. അത് അന്ധവിശ്വാസം നല്ല ആൾക്കാർ പറയുന്നത് ഇങ്ങനെ പറയുമ്പോൾ അത് നിങ്ങൾ അങ്ങനെ പറയണമെന്ന്. അതെന്താ ശാസ്ത്രം വിചാരിച്ചാൽ ഇവർ പിന്നെ കാന്തൊക്കെ ഇരുമ്പിനെ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ടല്ലോ, കാന്തത്തിന്, മാഗ്നറ്റിന്. അതുപോലെ ഇവർ മഴ പെയ്തിട്ടുള്ള വെള്ളത്തിനെ ഇവിടെ ഒരു 10-15 അടി 20 അടി ഇതിലൊക്കെ ഇങ്ങനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഇവർ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേക പ്രദേശത്ത് ഇങ്ങനെ 1 കിലോമീറ്റർ 5 കിലോമീറ്റർ എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ ഇവിടെ വെള്ളം കിട്ടിയപ്പോൾ ഇവരൊക്കെ ബോറടിച്ചു. ആദ്യമൊക്കെ ഇവർക്കൊന്നും വെള്ളം കിട്ടിയിട്ടുണ്ടാകുന്നില്ല. ഇപ്പോൾ അവർക്കൊക്കെയും യഥേഷ്ടവും വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 1 വർഷം 2 ഇത് ശാസ്ത്രീയമായിട്ടും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾക്കിത് ഉറപ്പുണ്ടായിരുന്നു, പക്ഷേ ആൾക്കാർക്ക് അത് അത്രയായിട്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല അതിൽ. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ ട്രസ്റ്റിനോട് പറഞ്ഞു അങ്ങനെ ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുറ്റി അടിക്കുന്ന ആളെന്ന് പറയുമല്ലോ, നമ്മൾ വസ്തു നോക്കുന്ന ആൾ, അയാൾ വന്നപ്പോൾ പറഞ്ഞു ഇവിടെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് വിശ്വാസം വരാണ്ട് ജിയോളജിയുടെ ആളെ കൊടുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ് കുറച്ച് വെള്ളം ഇവിടെ കിട്ടും, നിങ്ങൾ പറയുന്ന ശാസ്ത്രമൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഞങ്ങൾ മിഷീനിൽ നോക്കിയിട്ടാണ് പറയണത്, ഈ ഭാഗത്തായിട്ട് ഒരു ലെയറിൽ വെള്ളം കിട്ടാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു. സാധനം അടിച്ച് ഒരു 80 അടി താഴ്ത്തിയപ്പോൾ വെള്ളം കണ്ടു. 200 അടി താഴ്ത്തിയപ്പോൾ യഥേഷ്ടം പിന്നെ താത്താൻ പറ്റാത്ത രീതിയിൽ ഈ 50-55 അടി മുതൽ 200 അടി വരെയും ഒരേ പാറയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല കണ്ണീര് പോലത്തെ വെള്ളം പ്രത്യേകം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു, ഉപയോഗമാണ്. കാരണം ഇവർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവരെങ്ങനെ വിചാരിച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും വെള്ളം കൊടുത്താൽ കുടിക്കാൻ പറ്റണമാണോ എന്നുള്ളത് അവർക്കറിയാം. ആന ഈ പശുക്കൾക്കൊക്കെ അറിയാം. അപ്പോൾ ഇവരത് ഫസ്റ്റ് കൊടുത്തപ്പോൾ കുടിച്ചപ്പോൾ പിന്നെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ അറിയാം. എങ്കിലും ഒരു ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നോർമൽ ഇപ്പോൾ ഉള്ള വെള്ളത്തിൽ ഈ വാട്ടറിൽ ഏറ്റവും ബെറ്റർ ആണെന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ വെള്ളം അങ്ങനെ ഉണ്ട്. അത് അമ്മി മക്കളുമാണ് അവരാ നിൽക്കുന്നതിൽ. അത് വലിയ കൊമ്പുള്ളത് കുന്തി, അവളുടെ പേര്. അവളുടെ ഒരു മൂത്ത മകളാണത്. അത് കസ്തൂർബ. ആ ഇത് ഈ ഇപ്പുറത്ത് നിൽക്കുന്നത് മാലിനി, ഇത് ചെറിയ മോള്. അമ്മ മൂത്ത ചേച്ചി വേണ്ട. ഇത് ഗുജറാത്തിൻ്റെ ഗിർ എന്ന് പറയുന്ന പശുക്കളാണ്. ഇത് മറ്റേ ഈ നമ്മളെ നാടൻ പശുക്കളെ കേരളത്തിലെ പശുക്കൾക്കൊക്കെ 1 ലിറ്റർ 2 ലിറ്ററൊക്കെ പാലുണ്ടാവുള്ളൂ. ഇവർക്ക് അതിനല്ല, ഇവർക്ക് ഒരു 10 ലിറ്റർ 8 ലിറ്റർ പാലുണ്ടാവും. ഈ പാല് ഇവിടെ വിൽക്കുകയാണോ? ഇപ്പൊ എങ്ങനെയാ കറക്കണ കുട്ടികൾ അവരെയൊന്നും കറക്കണില്ല, ഒക്കെ കുട്ടികൾ കുടിക്കണം. ഇനി ഇവിടെ വന്നൊന്ന് സെറ്റൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ജസ്റ്റ് പോന്നിട്ടല്ലോ. ഇനി ഇവിടെ നിന്നായി ഇവരെ ശരീരമൊക്കെ ഒന്ന് ഉഷാറായി. അവിടെ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഒരു 60 കിലോമീറ്ററുള്ള പുന്നേർക്കുളത്തേക്ക് പറഞ്ഞിട്ടില്ല. അവിടുത്തെ ഇവിടുത്തെ ഈ ഇത്ര ചൂടില്ല. പുന്നേർക്കുളത്ത് ഡെയിലി പോയി വരികയാണോ? ഇപ്പം അല്ല, ഞാൻ ഇവിടെ താമസിക്കണം. शारदा गुरुकुल निवासस्थानम् अपि अस्ति. जैन महोदयः अपि अत्रैव एतस्मिन् लघु भवने निवसति. ഈ വരളി
വരലി ഉണ്ടാക്കൽ മുതൽ വരലി ഏറ്റവും ശുദ്ധമായിട്ടുള്ള വരലി ഉണ്ടാക്കുക. അതായത് ഇവരുടെ വാവ് ദിവസങ്ങളും ഇവരുടെ പീരീഡ് ദിവസമൊക്കെ പശുക്കളുടെ ഒഴിവാക്കിയിട്ട് കന്യകകളായിട്ടുള്ളതും പ്രസവിച്ചതുമായിട്ടുള്ള പശുക്കളുടെ കുട്ടികളെടുക്കില്ല. ആദ്യത്തെ ചാണകം, കാലത്ത് ആദ്യത്തെ ചാണകം എടുത്ത് നിലം തൊടാത്ത പാദം സ്പർശിക്കാത്ത സ്ഥലത്ത് ഉണക്കിയെടുത്ത് എന്നിട്ട് ഒരു 1008 വരളി ശിവരാത്രിയുടെ ദിവസം കൂവളത്തിൻ്റെ വിറക് ഇട്ടിട്ട് ഇവരുടെ നെയ്യ് ഒഴിച്ച് അവിടുന്ന് ശിവക്ഷേത്രത്തിൽ നിന്ന് ദീപം കൊടുന്ന് ആ ദീപം വെച്ചിട്ട് 11 രുദ്രന്മാരെ ആവാഹിച്ച് കാലത്ത് ഗണപതി ഹോമമൊക്കെ കഴിക്കും ആ ഇത് അഗ്നിയിൽ. എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കി 8 ദിവസമായി. കഴിഞ്ഞ ചൊവ്വാഴ്ച വെച്ചതാണ് രണ്ടാമത്തത്. അപ്പോൾ ഒരു 7 ദിവസം 8 ദിവസം അത് സ്ഫുടാവും. എന്നിട്ട് എടുത്ത് പിന്നെ കഴുകി 7 പ്രാവശ്യം കഴുകി പിന്നെ 40 വെള്ളത്തിൽ കഴുകി എന്നിട്ട് ഉണക്കിയതിൻ്റെ ശേഷം അരിച്ചിട്ട് പിന്നെ സ്ഫുടം ചെയ്യും. സ്ഫുടം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മളുടെ വൃദ്ധം നമ്മളുടെ പ്രവൃത്തി എത്രത്തോണ്ട് അയച്ചെങ്കിൽ അത്രത്തോണ്ട് കളറും ഗുണം ഇതിന് കിട്ടും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുടത്തിൽ ഇത് സ്ഫുടം ചെയ്യാൻ വയ്ക്കുമ്പോൾ ഞാൻ തൂക്കിയിട്ടാണ് വയ്ക്കുക. അപ്പോൾ ഒരു 4 കിലോ 3 കിലോ തൂക്കി വെച്ച് വിചാരിക്കുക. അത് ചൂടായിട്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ 8 കിലോ 10 കിലോ ഭാരം തോന്നുന്നു, അല്ലെങ്കിൽ തൂക്കിയാൽ ഉണ്ടാവും. അത് ഭസ്മം കൂടിയിട്ടല്ല, ഭസ്മം ഒരു 100-200 ഗ്രാം കുറയുക ചെയ്യുക. പക്ഷെ അതിൻ്റെ ഉള്ളിലെ പവർ അത്ര ഉണ്ടാവും ആ കുടത്തിൽ. അങ്ങനെയാണ് ഈ ഭസ്മം തയ്യാറാക്കുന്നത് നിർമ്മാണ പ്രക്രിയ. അത് അത്രയും ശാസ്ത്രീയമായിട്ട് ചെയ്യാൻ കാരണം എന്താ വിചാരിച്ചാൽ ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്ന ഭസ്മങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പേപ്പർ ഇട്ട് കത്തിക്കുക, പിന്നെ എന്തെങ്കിലും ചാണകങ്ങളൊക്കെ ഇട്ടിട്ട് കത്തിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത്. ഇത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഇത് ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ഇത് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് കുറേ കാലങ്ങളായിട്ട് ചെയ്താണ്. വിജയിക്കുന്ന ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ചെയ്തിട്ട് ഈ കളറും ഈ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ അത് മാത്രമല്ല കെമിക്കലൊന്നും ചേർക്കാതെ ഈ കളർ കിട്ടണ്ടേ. അപ്പോൾ അതിന് കുറേ ബുദ്ധിമുട്ടി. എന്നിട്ടാണ് അങ്ങനെ ആയിപ്പോൾ കിട്ടി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കൊടുത്ത് വലിയ സന്തോഷമായി ആൾക്കാർക്ക്. പിന്നെ ഇനിയിപ്പോൾ ഈ വർഷം ഇപ്പോൾ അത് അലക്കി വെച്ചിട്ടുണ്ട്, ഈ വർഷം ചെയ്യും. എന്നിട്ട് അങ്ങനെ ചെയ്ത് നമ്മൾ 1-2 പാർട്ടികളൊക്കെ അങ്ങനെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള സാധനമാണ് എന്നുള്ളതും, പിന്നെ ആൾക്കാരെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാർക്ക് വരാതിരിക്കുക, പിന്നെ ഇതിന് ഗുണം ഉണ്ടാവുക. ഇത് ഞാൻ ആൾക്കാരോട് പറയും, നിങ്ങൾ കഴിച്ചോളെന്ന് പറയും. ശ്വാസത്തിനൊക്കെ തടസ്സം വരുമ്പോൾ എനിക്ക് ലങ്ങിന് പ്രശ്നമുണ്ട്, ശ്വാസകോശത്തിന് പൾമണറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. ഇങ്ങനെ വരും ശ്വാസത്തിന്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു നുള്ളെടുത്തിട്ട് നാവിൻ്റെ അടിയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സിജൻ നമ്മളിപ്പോൾ മറ്റേ ഇൻഹേലർ അടിക്കണ പോലെയാണ്. അതുപോലെ ഇത് കഴുകിയ വെള്ളം ആദ്യത്തെ 2-3 പ്രാവശ്യത്തെ വെള്ളം കളഞ്ഞാൽ ബാക്കിയുള്ള വെള്ളം ഞങ്ങൾ കുപ്പിയിലാക്കിയിട്ട് എടുത്തു വയ്ക്കും. ഒരു വർഷം വരെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും. ആ വെള്ളം കുടിക്കുന്നത് ഇതുപോലെ ശ്വാസശക്തി ഉണ്ടാവാൻ നല്ലതാണ്. പിന്നെ വലിയ പവറാണത്. അപ്പോൾ അത് നമ്മളിങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇത് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടല്ല. ഇത് അന്യം നിന്ന് പോയി ആൾക്കാർ ഇങ്ങനത്തെ ഈ വർക്ക് ചെയ്യില്ല. ഇതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് ചെയ്യുക. പിന്നെ ഇപ്രാവശ്യമൊക്കെ ചെയ്തത് ക്ഷേത്രത്തിൽ നിന്ന് ശിവരാത്രിക്ക് വന്നിട്ടുള്ള ആ സ്ത്രീകളെയും ആൾക്കാരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് അവർക്കൊക്കെ ഓരോ വരലി കയ്യിൽ കൊടുത്തിട്ട് 4 പേരും പറഞ്ഞിട്ട് അവരെ കൊണ്ട് സമർപ്പിച്ചു. ഞാൻ പറഞ്ഞു അതിൻ്റെ പ്രസാദമായിട്ട് ഇതൊക്കെ ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസാദമായിട്ട് തരണ്ട്. അത് അവർ സംസ്കാരം രണ്ടാമത് കൊല്ലണം എന്നുള്ളൊരു ആഗ്രഹം കാരണം അങ്ങനെ ചെയ്തതാണ്. ഞാൻ ഇതിനധികാരിയല്ല, പക്ഷേ അങ്ങനെ ചെയ്തു. അതിപ്പോൾ ഈ പശുക്കളെ നിർത്തുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവരെ നിലനിർത്താൻ ഏറ്റവും എളുപ്പമായിട്ട്, മറ്റേതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ചാരിറ്റി എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കാത്തിരിക്കണ്ടേ. അതല്ലാതെ എങ്ങനെ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞങ്ങളിതിന് വേണ്ടിയിട്ടാണ് ഈ വളം സ്വന്തമായിട്ട് ചെയ്തിട്ട് ആക്കിയുള്ള ഒരു 4-5 വർഷം നെൽകൃഷി എല്ലാ കൃഷികളും ചെയ്തിട്ട് പരാജയപ്പെട്ട് എന്നിട്ട് അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വളമാണ്. 3 തരം വളം ഉണ്ടാക്കിയിട്ട് വേറെ ഒന്നുമില്ല, ഇവരുടെ ചാണകം ഗോമൂത്രം ബേസ് ചെയ്തിട്ട് അത് ചെയ്തിട്ടുണ്ടാക്കി. അത് വൻ വിജയം. അത് വെച്ചിട്ട് ഞാൻ കൃഷി ചെയ്തു, ബ്രാൻഡ് ചെയ്തിട്ട് അരി കൊടുത്തു തീർന്നു. പിന്നെ ഇപ്പോൾ മഞ്ഞൾ എല്ലാ പച്ചക്കറി ഇപ്പോൾ ഇവിടെ പച്ചക്കറി ഇപ്പോൾ ഇവിടെ ഒരു മുരിങ്ങയൊക്കെ ഉണ്ട്. മുരിങ്ങ നോക്കിയത് ഇത് കുത്തിയിട്ട് ഒരു വർഷമായിട്ടോ, കഴിഞ്ഞ കുമ്പത്തിൽ കുത്തിയതാണ് മുരിങ്ങ. നിറയെ ഇപ്പോൾ 2 പ്രാവശ്യം പൊട്ടിച്ചു. എന്തോരം മുരിങ്ങ? അത് പുഷ്പിണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ഉണ്ടാക്കിയേക്കുക. നമ്മൾ ഇവരുടെ ചാണകവും ഗോമൂത്രം ഉപയോഗിക്കും. ഏതൊരു ശിഗ്രുഹു ഇത് സംസ്കൃതേന വദാമി ചേത്ത് മുരിങ്ങ ശിഗ്രുഹു ആണല്ലോ. അതുപോലെ തന്നെ വില്ലും നോക്കി നോക്കിയാൽ ഈ വില്ലും തയ്യാണ്. ഇത് മറ്റേ സാധാ നമ്മളെ ഇല്ല, ഇതിനെ ട്രീറ്റ് ചെയ്തിട്ട് നോക്കിയതാണ്. നമ്മളെ ഈ സാധനം വെച്ചിട്ട് നോക്കുമ്പോൾ അതിൻ്റെ പത്രമൊക്കെ നോക്കുക, പ്രത്യേകതയല്ലേ അതിൻ്റെ പത്രത്തിൻ്റെ പ്രത്യേകത. അതങ്ങനെ ചെയ്തിട്ട് വെച്ചേക്കുക. അത് എല്ലതും ഇപ്പോൾ ഈ കായ്പയ്ക്ക് ആൾക്കാർക്ക് പറഞ്ഞാൽ ഒരു ഇത് നോക്കും, കണ്ട ഈ കായ്പണ്ടായില്ലോ അത് ദിവസം കുറച്ചായിട്ടുള്ളൂ.
അത് ഹൈബ്രിഡ് അല്ല, നമ്മളെ ട്രഡീഷണൽ ആയിട്ടുള്ള വിത്താണ്. അത് ചെയ്തിട്ട് അതുപോലെ അവിടെ ഈ 4 മാസമായിട്ട് ഇത് പൂത്ത് നിൽക്കുക. പിന്നെ എരിക്ക്, സാധാരണ എരിക്കിനൊരു സ്വഭാവമുള്ളത്, എനിക്ക് വളരെ അപൂർവമായി പിടിച്ചു കഴിഞ്ഞാൽ തന്നെ പൂത്ത് വേഗം പൊഴിയും. ഇതിപ്പോൾ 4-5 മാസമായിട്ട് തുടർന്ന് പൂത്തോട്ട് നിൽക്കുക എരിക്ക്. ഇപ്പോൾ ഈ ശിവരാത്രിക്ക് ഇവിടുന്ന് ആ ചേച്ചി മാല കെട്ടി ഭഗവാനെ സമർപ്പിച്ചു കണ്ടില്ലേ. അപ്പം എന്താ ഇതിന് കാരണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ പ്രസൻറ്റിൽ നല്ല ഓക്സിജൻ. എനിക്ക് വേറൊരു സ്ഥലത്ത് ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എത്ര സംസാരിക്കുമ്പോഴേക്കും 2-3 പ്രാവശ്യമൊക്കെ ആവും. അതുപോലെ ഇപ്പോൾ നടന്നു വരുമ്പോൾ കണ്ടു കഥപ്പ് പെട്ടെന്ന് വരും. പക്ഷേ ഇവിടെ ഞാൻ ഫുൾ പവറാണ്. കാരണം ഇവർ ഓക്സിജൻ നല്ല കാർബൺ ഡയോക്സൈഡിൽ നല്ല ഓക്സിജൻ്റെ കണ്ടന്റ് എന്നാണ് പറയുന്നത്. പിന്നെ അവർക്ക് ആ ഒരു ശക്തി അവരൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ അങ്ങനെ. ഇതൊക്കെ 6 മാസമാണ്. അതിലൊക്കെ കഴിക്കുന്നുണ്ട് ഉണ്ടല്ലേ. ഇത് അവർ കൃഷി വകുപ്പ് തന്നെ അങ്ങനെ അന്താളിച്ച് പോയേക്കുന്നു. കഴിഞ്ഞ വർഷം കുത്തിയുള്ള മുരിങ്ങ ഇങ്ങനെ കഴിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ അതൊരു ഇതാണ്. അതിന് കാരണം